ഇനി മലയാളിയെക്കുറിച്ച് നാട്ടിലല്ല മറുനാട്ടിൽ ചെന്നാലും പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ? മലയാളി പൊളിയാണ്. ലണ്ടനിലെ ഈസ്റ്റാമിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയ പിഞ്ചു കുഞ്ഞിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഒരു മലയാളി യുവാവിനെ കുറിച്ച് നിങ്ങളൊക്കെ ഇതിനകം കണ്ടിട്ടുണ്ടാകും. വാട്സ്ആപ്പ് ഫോർവേഡ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക്. പോലീസ് പോലും പകച്ചു നിന്ന നിമിഷത്തിൽ മലപ്പുറം ചങ്ങരംകുളം മാന്തടം സ്വദേശി മുഹമ്മദ് ജസീലാണ് ആ സാഹസിക ദൗത്യം ഏറ്റെടുത്ത് കുഞ്ഞിനെ പരിക്കേൽക്കാതെ കാത്തത്. തത്സമയം ചേരുകയാണ് സുപ്രഭാതം വിത്ത് സുജയ പാർവതിയിൽ. സുപ്രഭാതം. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ മുഹമ്മദ് ജസീൽ. എന്താണ് അങ്ങനെ പെട്ടെന്ന് രക്ഷിക്കാം എന്ന ഒരു പ്രചോദനം വന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ പോകുമല്ലോ, മലയാളി ഉണർന്നു. അതെ അതെ അതെ, ഞാൻ കോളിലായിരുന്നേ. അപ്പൊ അങ്ങനെ കോൾ ഉണ്ടായിരുന്ന ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്തോ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ തന്നെ വിൻഡോയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ താഴ്ന്ന് കരയുന്നുണ്ട്. നല്ല ക്രൗഡ് ആയിട്ടാണ് അപ്പോഴേ. അപ്പൊ അങ്ങനെ അവർ നോക്കുന്നത്. ഈ ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലമാണ്. അത് ആരുടെ കുഞ്ഞായിരുന്നു? കുഞ്ഞിനെ അറിയാമായിരുന്നോ? അതറിയില്ല. ഞങ്ങളുടെ ലൈനിലെ ഫ്ലാറ്റിലെ ഒരു ആറാമത്തേതിലുള്ളതാണ് ഞങ്ങളെ റോളുള്ളത്. പിന്നീട് കുഞ്ഞിനോട് വീട്ടുകാരോടൊക്കെ സംസാരിച്ചോ? അതായത് രക്ഷിച്ചു കഴിഞ്ഞു പിന്നീട്? ഇല്ല, ഞാൻ അത് കേട്ടാലും പോയി കുഞ്ഞിനെടുത്ത് അവിടെ ഹാങ് ചെയ്തൊക്കെയായിരുന്നല്ലോ. എന്റെ കയ്യിൽ വന്ന് വീണപ്പോൾ ഞാൻ എടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു. പിന്നെ പോലീസുകാർക്ക് വന്നായിരുന്നു, അവർ വീട്ടുകാരും വന്നായിരുന്നു. ഇപ്പോൾ UK മലയാളി സമൂഹത്തിൽ എല്ലാവരും കൂടുതലായി പറയാനുള്ള ഒരു സ്ഥലമാണ് ഈസ്റ്റാം. അപ്പോൾ അവിടെ എത്ര കാലമായി ഇപ്പോ മുഹമ്മദ് ജസീൽ ജോലി ചെയ്യുവാണോ? ഞാൻ 8 വർഷമായി ജോലി ചെയ്യുന്നു. ഒപ്പം കുടുംബമുണ്ടോ? അതോ കുടുംബം നാട്ടിലാണോ? നാട്ടിലാണ്. അവരൊക്കെ അറിഞ്ഞോ ഈ സാഹസികനായ മുഹമ്മദ് ജസീലിനെ? അറിഞ്ഞു കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ തത്സമയം കണ്ടോണ്ടിരിക്കുകയല്ലേ? അറിയിക്കാൻ വേണ്ടി ചെയ്തല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം മുഹമ്മദ് ജസീൽ. അതുകൊണ്ടാണ് ഞങ്ങൾ തത്സമയം സുപ്രഭാതം വിത്ത് സുജയ പാർവതിയിലേക്ക് വിളിക്കാമെന്ന് വെച്ചത്. ജസീൽ നാട്ടിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ എന്റെ വൈഫിന്റെ ഡെലിവറിക്ക് വന്നായിരുന്നു ജനുവരി 1. ഒരു കുഞ്ഞാണോ? രണ്ടുപേരാണ്, ട്വിൻസ് ആണ്. അപ്പൊ ഇരട്ട കുട്ടികളാണ്. പേരെന്താ? അതെ, ഒരാളുടെ പേര്, മോന്റെ പേര് സെലംബി, മോളുടെ പേര് ഡെനീസിയാർ. എനിക്ക് തോന്നുന്നു ക്യാമറ നേരെ പിടിക്കാമോ? മുഖത്തിന്റെ പകുതിയെ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പൊ ഓക്കെ. അപ്പൊ മുഹമ്മദ് ജസീൽ, ആ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നോ ഈ കുഞ്ഞ് വീഴാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ? ആ കുഞ്ഞുങ്ങളിൽ വന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ വേറെ വന്നു. ഇത് കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ രക്ഷിച്ച ഒരാളെ തന്നെ അതിഥിയായി കൊണ്ടുവരാമെന്ന് നമ്മളും കരുതി. അപ്പോൾ മുഹമ്മദ് ജസീൽ നല്ല മനസ്സാണ്. ആ മനസ്സ് എല്ലാ കാലവും ഉണ്ടാവട്ടെ. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തോന്നിയല്ലോ. അപ്പൊ ഇനി എന്തായാലും ഇതൊക്കെ കാണുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ, പടച്ചവൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ നന്ദി മുഹമ്മദ് ജസീൽ. അപ്പോൾ ലണ്ടനിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളോടൊക്കെ ബിഗ് TV കാണാൻ കൂടി പറയൂ. പറയാം തീർച്ചയായും. അവിടെ യൂട്യൂബിലൂടെ കാണാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും. ലൈവ് സ്ട്രീമിംഗ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ലണ്ടനിൽ മലയാളിയുടെ ഒരു അഭിമാനം ഉയർത്തിപ്പിടിച്ച മലയാളി പൊളിയാണെന്ന് അവരെ കൊണ്ടുകൂടി പറയിപ്പിക്കും. തീർച്ചയായും. ഓക്കെ മുഹമ്മദ് ജസീൽ.